ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്ഹാബുൽ കഹ്ഫിന് അല്ലാഹു തആല ചെയ്തു കൊടുത്ത പ്രത്യേകമായ ചില ഏർപ്പാടുകളെയും സൗകര്യങ്ങളെയും ആശ്വാസങ്ങളെയും സംബന്ധിച്ചാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. അതിൻ്റെ അനുബന്ധമായി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം ഔലിയാക്കൾക്ക് ഉണ്ടാകുന്ന കറാമത്തുകളാണ്. ഔലിയാക്കൾക്ക് കറാമത്തുകൾ ഉണ്ടാകും. അതിൻ്റെ ഒരു വ്യക്തമായ തെളിവാണ് നമ്മൾ ഇന്നലെ സൂറത്തുൽ കഹ്ഫിൻ്റെ ഭാഗമായിട്ട് കേട്ടത്. അല്ലാഹു തആല ഗുഹയിൽ അകപ്പെട്ടു പോയ അല്ലെങ്കിൽ ഗുഹയിലേക്ക് കയറിയ ആ മനുഷ്യരുടെ വിഷയത്തിൽ പ്രത്യേകമായ ചില ഇടപെടലുകൾ നടത്തി. മറിയം അലൈഹിസ്സലാത്തു വസ്സലാമയെ സംബന്ധിച്ച് ഖുർആൻ പറയുന്നുണ്ട്, സക്കരിയ നബി അലൈഹിസ്സലാമാണ് മറിയം അലൈഹിസ്സലാമയെ വളർത്തിയത്. അപ്പോൾ സക്കരിയ നബി മറിയം അലൈഹിസ്സലാത്തു വസ്സലാം ഇബാദത്തിലായി പ്രാർത്ഥനയിലായി കഴിയുന്ന മുറിയിലേക്ക് കടക്കുമ്പോൾ സവിശേഷമായ ആഹാരം അവിടെ കാണാറുണ്ടായിരുന്നു. അപ്പം സക്കരിയ നബി ചോദിക്കും, യാ മറിയമു അന്നാ ലക്കി ഹാദ, മറിയമേ ഇതെവിടെ നിന്നാണ് കിട്ടിയത്? അപ്പം മറിയം അലൈഹിസ്സലാം പറയും, ഖാലത് ഹുവ മിൻ ഇൻദില്ലാ, ഇത് അള്ളാഹു പ്രത്യേകമായി തന്നതാണ്. ഇന്നല്ലാഹ യർസുഖു മൻ യശാഉ ബിഗൈരി ഹിസാബ്. അപ്പം അള്ളാഹു തആല പ്രത്യേകമായി തന്നതാണ് ഇത് എന്ന് മറിയം അലൈഹിസ്സലാം പറയുന്നുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും നമുക്ക് കാണാൻ കഴിയും. അള്ളാഹു തആല ചില സന്ദർഭങ്ങളിൽ അള്ളാഹുവിൻ്റെ ചില പ്രത്യേകമായ അടിമകളുടെ വിഷയത്തിൽ നടത്തിയ ഇടപെടലുകൾ. മഹാനായൊരു സഹാബിയാണ് ഹുബൈബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ വളരെ സൂത്രത്തിൽ ശത്രുക്കൾ പിടികൂടി അദ്ദേഹത്തോടുള്ള പക തീർക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹത്തെ തൂക്കിക്കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. അദ്ദേഹത്തെ വീട്ടിൽ ബന്ധനസ്ഥനാക്കിയിരിക്കുന്ന സമയത്ത് ആ വീട്ടുകാർ പറയുന്നുണ്ട്, ചില സമയത്ത് ഹുബൈബിൻ്റെ അടുക്കൽ ഞങ്ങൾ ചില പഴവർഗ്ഗങ്ങൾ കാണാറുണ്ടായിരുന്നു. നാട്ടിലെവിടെയും ആ സമയത്ത് കിട്ടാറില്ലാത്ത പഴവർഗ്ഗങ്ങൾ ഹുബൈബിൻ്റെ അടുക്കൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട് എന്ന് ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ ബന്ധനസ്ഥനാക്കിയ ആ വീട്ടുകാർ പറയുന്നതായി വളരെ പ്രബലമായ ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഔലിയാക്കൾക്ക് ഏതെങ്കിലും വിപൽ ഘട്ടങ്ങളിൽ, ആപത് ഘട്ടങ്ങളിൽ സഹായമെന്ന നിലയ്ക്കോ ദീനിനുള്ള സഹായമെന്ന നിലയ്ക്കോ എല്ലാം അള്ളാഹുവിൻ്റെ പ്രത്യേകമായ ഇത്തരം അനുഗ്രഹങ്ങൾ ഉണ്ടാകാം. സഹാബാക്കൾ പറയുന്നുണ്ട്, ഒരിക്കൽ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മദീനയുടെ മിമ്പറിൽ നിൽക്കുമ്പോൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ എന്ന്. സാരിയ, ആ മലയുടെ പുറകുഭാഗം ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം. മിമ്പറിൽ നിന്നും ഖുതുബ കഴിഞ്ഞിറങ്ങിയ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, എന്താണ് ആ പുതിയ വർത്തമാനത്തിൻ്റെ അർത്ഥമെന്ന്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അങ്ങകലെ നിൽക്കുന്ന ഒരു സൈന്യം, ഇസ്ലാമിക സൈന്യം, അവരെ ആക്രമിക്കാൻ മലയുടെ പുറകുഭാഗത്ത് നിന്ന് ശത്രുവിൻ്റെ വരവ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഞാൻ സാരിയ, ആ സൈന്യത്തിൻ്റെ നേതാവായ സാരിയയ്ക്ക് കൊടുത്ത റിപ്പോർട്ടാണ്, സന്ദേശമാണ് അത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത് ചരിത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ഈ സംഭവത്തിന് ശേഷം ആ സൈന്യം മടങ്ങി വരുമ്പോൾ സാരിയ റളിയല്ലാഹു അൻഹു സഹാബാക്കൾ ചോദിക്കുന്നുണ്ട്, അങ്ങനെ ഒരു സംഭവം നടന്നിരുന്നോ? അതെ, ഉമർ റളിയല്ലാഹുവിൻ്റെ വർത്തമാനം ഞാൻ കേട്ടു, ആ സൈന്യത്തെ ശ്രദ്ധിക്കാനും ഇസ്ലാമിക സൈന്യത്തിന് വിജയം നേടാനും കഴിഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞതായി നമുക്ക് കാണാം. അല്ലാഹു സുബ്ഹാനഹു വ തആല സവിശേഷമായ സഹായം തൻ്റെ ഒരു അടിമയ്ക്ക് നൽകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നൽകും എന്നതിന് ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നും വിശുദ്ധ ഖുർആനിൽ നിന്ന് ഹദീസുകളിൽ നിന്നും അനേകം സംഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. മുഅ്ജിസത്ത് എന്ന് പറയുന്നത് പ്രവാചകന്മാർക്ക് കൊടുക്കുന്ന ചില അമാനുഷികമായ കഴിവ് എന്നാണ് മുഅ്ജിസത്തിനെ കുറിച്ച് പറയുക. അമാനുഷികം എന്ന് പറഞ്ഞാൽ
മനുഷ്യന് സാധ്യമല്ലാത്തത് എന്നാണ് അമാനുഷികം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ. മുഅ്ജിസ് എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. അഅ്ജസ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ അശക്തരാക്കുക എന്നാണ് വാക്കിൻ്റെ നേർക്ക് നേരെയുള്ള അർത്ഥം. എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ കഴിവുകളിൽ പെടാത്ത ചില കാര്യങ്ങൾ പ്രവാചകന്മാർക്ക് അല്ലാഹു തആല നൽകും. അത് പ്രവാചകന്മാർക്ക് ഇത്തരം സന്ദർഭങ്ങളിലുള്ള സഹായം എന്ന നിലയിലോ ദീനിനുള്ള സഹായം എന്ന നിലയിലോ ആകാം. നമുക്കറിയാം, മഹാനായ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സംഘവും നദിയുടെ കരയിൽ എത്തി നിൽക്കുമ്പോഴാണ് പിറകിൽ നിന്നും ഫിർഔനും സംഘവും വരുന്നത്. വിശുദ്ധ ഖുർആൻ പറയുന്ന സംഭവമാണത്. അപ്പോൾ യാ മൂസ ഇന്നാ ലമുദ്റഖൂൻ, മൂസ നമ്മൾ അകപ്പെട്ടു പോയി, ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടു, ഫിർഔൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ നമ്മൾ അകപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ ഇന്ന മഇയ റബ്ബി സയഹ്ദീൻ, എൻ്റെ കൂട്ടത്തിൽ എൻ്റെ അള്ളാഹു ഉണ്ട്, എൻ്റെ കൂട്ടത്തിൽ എൻ്റെ അള്ളയുണ്ട്, ആ അള്ളാഹു സഹായിക്കും എന്ന് മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് വിശുദ്ധ ഖുർആനാണ് നമ്മളോട് പറയുന്നത്. അങ്ങനെ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്ക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹിൻ്റെ കൽപ്പന പ്രകാരം നദിയിൽ അടിച്ചു, വടികൊണ്ട് ആ സംഘം മുഴുവൻ മറുകര എത്തി. ഫിർഔനും സംഘവും ആ വെള്ളത്തിൽ തന്നെ മുങ്ങി നശിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല സഹായിക്കും, പ്രവാചകന്മാരെ സഹായിക്കും. സത്യവിശ്വാസികൾ വിശ്വാസം കൊണ്ട് എല്ലാ അർത്ഥത്തിലും സത്യസന്ധരാണെങ്കിൽ അള്ളാഹു അവരെ സഹായിക്കും. അതുപോലെ സാലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലഘട്ടത്തിലുണ്ടായ ഒട്ടകത്തിൻ്റെ സംഭവം, പ്രവാചകന്മാരുടെ മുഅ്ജിസത്തിൻ്റെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അതിൽ മനുഷ്യർക്ക് അത് സാധിക്കില്ല എന്ന ഒരു പ്രഖ്യാപനവും അതിനോടൊപ്പം ഉണ്ടാവും. അതാണ് മുഅ്ജിസത്തിൻ്റെ ഒരു പ്രത്യേകത. ഖുർആൻ പല സ്ഥലങ്ങളിൽ ചോദിക്കുന്നുണ്ട്, ഇതാ വേദഗ്രന്ഥം വിശുദ്ധ ഖുർആൻ, ഇത് നിങ്ങൾക്കറിയുന്ന അറബി ഭാഷയാണ്, നിങ്ങൾക്കറിയുന്ന അലിഫും ലാമും മീമും കാഫും ഹാവും യാവും ഐനും സാദും എല്ലാമാണ് ഈ വിശുദ്ധ ഖുർആനിലെ അക്ഷരങ്ങൾ. നിങ്ങൾക്കറിയുന്ന അറബി അക്ഷരങ്ങൾ ചേർത്തുണ്ടാക്കിയ വാക്കുകളും ആ വാക്കുകൾ ചേർത്തുണ്ടാക്കിയ വചനങ്ങളുമാണ് ഖുർആനിലേത്. ഈ ഖുർആന് സമാനമായ ഒന്ന് ഉണ്ടാക്കാൻ, എഴുതിയുണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ഖുർആൻ പല ആവർത്തി ചോദിക്കുന്നുണ്ട്. ഒരു സൂറത്തുണ്ടാക്കാൻ കഴിയുമോ? ഒരു ആയത്തെങ്കിലും ഉണ്ടാക്കാൻ കഴിയുമോ? ഈ ഭാഷാ സൗന്ദര്യവും അല്ലെങ്കിൽ അതിൽ പറയപ്പെട്ട മറ്റിതരമായ അത്ഭുതങ്ങൾ, ഭാഷ, വിശുദ്ധ ഖുർആനെ സംബന്ധിച്ച് അത് കേട്ട വലീദ് ബിൻ മുഗിറയെ പോലെ ആ സമയത്തെ വലിയ ഭാഷാ പണ്ഡിതന്മാർ പറഞ്ഞ വാക്കുകളുണ്ട്. ഇന്ന ലഹൂല ഹലാവ, ഇതിനൊരു വലിയ മാധുര്യമാണ്. ഇന്ന അലൈഹില തലാവ, ഇതിന് ഒരു വലിയ വശീകരണ ശേഷിയുണ്ട്. ഇന്നഹു യഅലു വലാ യുഅല, ഈ വചനം ഏറ്റവും മുകളിലായിരിക്കും, മനുഷ്യ വചനങ്ങളുടെ ഈ മുകളിലായിരിക്കും ഈ വചനത്തിൻ്റെ സ്ഥാനം. ഇതിൻ്റെ മേലേക്ക് ഒരു മനുഷ്യ വചനത്തിന് എത്താൻ കഴിയില്ല, അറബി ഭാഷയിലെ വലിയ പണ്ഡിതന്മാർ പറഞ്ഞു. അതുകൊണ്ട് ആ നിലയിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന്മാർക്ക് ചില കഴിവുകൾ കൊടുക്കും. ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം നിത്യരോഗികളെ, മാറാരോഗികളെ ചികിത്സിച്ച് ഭേദപ്പെടുത്തിയിരുന്നു. അങ്ങനെ സാധിക്കുമോ എന്നൊരു ചോദ്യവും കൂടെയുണ്ട്. പ്രവാചകന്മാരുടെ മുഅ്ജിസത്തുകളിൽ അങ്ങനെ ഒരു ചോദ്യമുണ്ട്. ഈസാ നബിക്ക് ഇത് സാധിക്കും, നിങ്ങൾക്കിത് സാധിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്യും. നിങ്ങൾക്കും ഇത് സാധിക്കുന്നില്ലെങ്കിൽ ഇതിൻ്റെ അർത്ഥം ഈസാ നബി സത്യസന്ധനായ പ്രവാചകൻ ആണെന്നാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകപ്പെട്ട വിശുദ്ധ ഖുർആൻ, ഈ ഖുർആന് സമാനമായതൊന്നും നിങ്ങൾക്ക് സാധിക്കുമോ? സാധിക്കുമെന്ന് നിങ്ങൾ ശ്രമിച്ചു നോക്ക്. സാധിക്കുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിയോഗിച്ച യഥാർത്ഥ പ്രവാചകനാണെന്നാണ്. അതുപോലെ സാലിഹ് നബിയുടെ കാലഘട്ടത്തിലുള്ള ഒട്ടകം, അതും അതേ ചോദ്യം ആവർത്തിക്കുകയാണ് സമൂഹത്തിൻ്റെ മുമ്പിൽ. ഇത് നിങ്ങൾക്ക് സാധിക്കോ? സാധിക്കില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം സാലിഹ് നബി യഥാർത്ഥ പ്രവാചകനാണെന്നാണ്. ഈ നിലയിൽ കൂടി മുഅ്ജിസത്തുകളിൽ അങ്ങനെ ഒരാശയം കൂടെയുണ്ട്. നിങ്ങൾക്ക് അസാധ്യമാണ്, നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒന്ന് ചെയ്യ്. പ്രവാചകന്മാർ സമൂഹത്തിൻ്റെ ഹിദായത്തിന് വേണ്ടി നിയോഗിക്കപ്പെടുമ്പോൾ ആ പ്രവാചകന്മാരുടെ സത്യസന്ധതയെ ചോദ്യം ചെയ്ത സമൂഹത്തിൻ്റെ മുമ്പിൽ അവരുടെ സത്യസന്ധതയ്ക്ക് തെളിവായി അല്ലാഹു തആല സമർപ്പിക്കുന്ന ദൃഷ്ടാന്തങ്ങൾ, അതിന് സമാനമായത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ചെയ്യ് എന്നൊരു ചോദ്യവും കൂടെ ആ നുബുവത്തിൻ്റെ പ്രവർത്തനങ്ങളോടൊപ്പം അഥവാ മുഅ്ജിസത്തുകളോടൊപ്പമുണ്ട്.
പക്ഷെ കറാമത്തുകൾക്ക് ആ ഒരു സ്വഭാവമില്ല. പക്ഷേ അത്ഭുത പ്രവർത്തികൾ ഔലിയാക്കളിൽ നിന്നും ഉണ്ടാകാം. പക്ഷെ അടിസ്ഥാനപരമായി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, മുഅ്ജിസത്തുകൾ ഒരിക്കലും പ്രവാചകന്മാർ തീരുമാനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കാര്യമല്ല, അള്ളാഹു തീരുമാനിക്കുമ്പോൾ നടക്കുന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഈ മക്കയെ മുഴുവൻ ഒരു വലിയ ഉദ്യാനമാക്കി മാറ്റാൻ കഴിയുമോ? നിങ്ങൾ പ്രവാചകനാണെങ്കിൽ അത് ചെയ്യും. മക്കയെ, ഈ തരിശായി കിടക്കുന്ന മക്ക, മരുഭൂമിയെ, മലകളും മരുഭൂമിയും മാത്രമായി കിടക്കുന്ന ഒരു ഉൽപാദനശേഷിയുമില്ലാത്ത ഈ മക്കയുടെ മണ്ണിനെ നിങ്ങൾ ഒരു നല്ല ഉദ്യാനമാക്കി മാറ്റും. അതിലൂടെ അരുവികൾ ഒഴുക്ക്. നിങ്ങൾ പ്രവാചകനാണല്ലോ, നിങ്ങൾ അത്ഭുത സിദ്ധിയുള്ള ആളാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ഞാനൊരു മനുഷ്യനാണ്, അല്ലാഹു തആല എന്നിലൂടെ എന്ത് അത്ഭുതം നടത്താൻ തീരുമാനിക്കുന്നു അതപ്പോൾ എന്നിൽ നിന്നുണ്ടാകും. അതല്ലാതെ എൻ്റെ തീരുമാനപ്രകാരം ഉണ്ടാകുന്നതല്ല ഇതൊന്നും. ഇതിൻ്റെ നിയന്ത്രണം എൻ്റെ കയ്യിലല്ല, ഇത് നടപ്പിലാക്കാനുള്ള തീരുമാനവും എൻ്റേതല്ല. എന്നിലൂടെ ഇത് പ്രകടമാകുന്നു, അള്ളാഹു തീരുമാനിക്കുന്നു. ഇതാണ് മുഅ്ജിസത്തുകളുടെ രീതി. കറാമത്തുകളും അങ്ങനെ തന്നെയാണ്. ഔലിയാക്കളാണെന്ന് വിചാരിക്കുമ്പോഴെല്ലാം കറാമത്ത് ഇങ്ങോട്ട് വരിക, അങ്ങനില്ല. ഔലിയാക്കളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങൾ നേരിടുന്ന സമയത്ത് അള്ളാഹു കൊടുക്കും സഹായം. ഈ പറഞ്ഞ സംഘം, ഗുഹയിൽ കയറിയ സംഘം, അള്ളാഹുവിൻ്റെ ദീനനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ച, അതിൻ്റെ പേരിൽ വരുന്ന പ്രയാസങ്ങളെ നേരിടാൻ തീരുമാനിച്ച ആ സംഘം നാട് വിട്ടുപോയി ഗുഹയുടെ ഉള്ളിൽ കയറി. ആ സമയത്ത് അവർ ദുആ ചെയ്തു, റബ്ബന ആതിനാ മിൻ ലദുൻക റഹ്മതൻ വഹയ്യി ലനാ മിൻ അംരിനാ റഷദ. അവരുടെ ദുആയാണ്. അള്ളാഹു ആ ദുആ സ്വീകരിച്ചപ്പോൾ അവർക്ക് ഈ പറയപ്പെട്ട രീതിയിൽ കൂടിയുള്ള മറ്റാർക്കും ലഭിക്കാത്ത പ്രത്യേകമായ ഏർപ്പാടുകൾ ആ ഗുഹയുടെ ഉള്ളിൽ അള്ളാഹു ചെയ്തു കൊടുക്കും. ഇത് അള്ളാഹു തആല മുഅ്മിനീങ്ങളായ അടിമകൾക്ക് ചില പ്രത്യേകമായ സന്ദർഭങ്ങളിൽ നൽകുന്ന കറാമത്താണ്. ആ തരത്തിലുള്ള കറാമത്തുകൾ ഉണ്ടാവും. അത് എപ്പോഴാണ് അതുണ്ടാകുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി വളരെ പ്രബലമായ റിവായത്തുകൾ കാണാം. ഒരു അടിമയ്ക്കും ലാ യതഖറബു ഇലയ്യ അബ്ദുൻ ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതുഹു അലൈഹി. ഒരു അടിമയ്ക്ക് എന്നോട് അടുക്കണമെങ്കിൽ ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്താലേ സാധ്യമാകൂ. ഒരടിമയ്ക്ക് എന്നോട്, അല്ലാഹു തആല പറയാണ്, എന്നോടൊരടിമ അടുക്കുന്നത് ഞാൻ നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തിട്ടാണ്. അല്ലാതെ എൻ്റെ സാമീപ്യം ഒരാൾക്കും കിട്ടില്ല. ഇങ്ങനെ നിർബന്ധമാക്കിയ കാര്യങ്ങൾ, അഥവാ ഫർദായ കാര്യങ്ങൾ, നമസ്കാരം, നോമ്പ്, ഹജ്ജ്, സക്കാത്ത്, ഇങ്ങനെ പരസ്പരമുള്ള ബാധ്യതകൾ, ഇങ്ങനെ നിർബന്ധമായ അനേകം കാര്യങ്ങളുണ്ട്. മാതാപിതാക്കളുടെ കടമകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതെല്ലാം നിർവഹിക്കുന്നതിലൂടെയാണ് എന്നോട് അടുക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ സൂത്രത്തിൽ സാധിക്കുന്ന കാര്യമല്ലത്. മഹാനായ ഇമാം ഷാഫി റഹിമഹുല്ല പറയുന്നുണ്ട്, ഒരാള് വെള്ളത്തിലൂടെ നടക്കുന്നത് നിങ്ങൾ കണ്ടാൽ, ആകാശത്തിലൂടെ പറക്കുന്നത് നിങ്ങൾ കണ്ടാൽ, അതിനൊന്നും വലിയായിട്ട് നിങ്ങൾ മനസ്സിലാക്കാൻ നിൽക്കണ്ട. അയാൾ വിശുദ്ധ ഖുർആനും സുന്നത്തും അനുസരിച്ചാണോ ജീവിക്കുന്നതെന്ന് നോക്കിയിട്ടാണ് അദ്ദേഹത്തിന് വലിയാണോ അല്ലേ എന്ന് തീരുമാനിക്കേണ്ടത്. വിലായത്ത് അല്ലാഹു തആല നൽകുന്നത് ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്നവർക്കാണ്. അങ്ങനെയുള്ളവർക്കാണ് അള്ളാഹുവിൻ്റെ പ്രത്യേകമായ അംഗീകാരം ലഭിക്കുക. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അതിനുശേഷം മാ സാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഫർദായ കാര്യങ്ങൾ ചെയ്ത് എൻ്റെ സാമീപ്യം നേടിയ എൻ്റെ അടിമ, ഒരു മനുഷ്യൻ ഫർളിലുപരിയായ പുണ്യങ്ങൾ ചെയ്ത് എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും, എന്നോട് വീണ്ടും വീണ്ടും അടുക്കും. മാ സാല അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിൽ, ഫർളായ കാര്യത്തിന് ഉപരിയായുള്ള ചില പുണ്യകർമ്മങ്ങളുണ്ട്, അക്കാര്യം ചെയ്തുകൊണ്ട് അടിമകൾ എന്നോട് അടുത്തുകൊണ്ടേയിരിക്കും. ഹത്താ അകൂന സമഅഹു അല്ലദീ യസ്മഉ ബിഹി, അങ്ങനെ അവൻ കേൾക്കുന്ന കേൾവി ഞാനായിട്ട് മാറും, അവൻ കാണുന്ന കണ്ണ് ഞാനായിട്ട് മാറും, അവൻ പിടിക്കുന്ന കൈ ഞാനായിട്ട് മാറും, അവൻ നടക്കുന്ന കാല് ഞാനായിട്ട് മാറും. എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ്റെ കൈയും കാലും കണ്ണും കാതുമെല്ലാം അള്ളാഹുവായി മാറുന്നിടത്തോളം ഒരു മനുഷ്യന് പുണ്യങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ സാമീപ്യം നേടാൻ കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും.
എങ്ങനെയാണ് ഈ ഹദീസിനെ രണ്ട് രീതിയിൽ മഹത്തുക്കൾ വ്യാഖ്യാനിക്കുന്നുണ്ട്, ഹദീസ് വ്യാഖ്യാതാക്കൾ വിശദീകരിക്കുന്നുണ്ട്. ഒന്ന്, അല്ലാഹു തആല ഒരു മനുഷ്യൻ്റെ കൈയാകുക എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ കൊണ്ട് അള്ളാഹിന് ഇഷ്ടപ്പെടാത്ത ഒന്നും അവൻ ചെയ്യില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. അള്ളാഹു ഒരാളുടെ കണ്ണാവുക എന്ന് വെച്ചാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒന്നും അവൻ്റെ കണ്ണുകൊണ്ട് കാണില്ല എന്നാണ്. നാവാകുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒന്നും അവൻ്റെ നാവിൽ നിന്ന് വരില്ലെന്നാണ്. കാലാവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒന്നിലേക്കും അവൻ നടക്കില്ല എന്നാണ്. ഈ നിലയിൽ കൂടി സമ്പൂർണമായും അള്ളാഹുവിൻ്റെ തൃപ്തിയുടെ ഉള്ളിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായിട്ട് അവൻ മാറും. അങ്ങനെ ആയി കഴിയുമ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നുള്ള സഹായത്തിൻ്റെ അത്ഭുതകരമായ സാധ്യതകൾ അവൻ്റെ മുമ്പിൽ തുറക്കപ്പെടും. അല്ല എങ്കിൽ ഉലമാക്കൾ രണ്ടാമതൊരു വ്യാഖ്യാനം പറഞ്ഞത് ഈ നിലയിൽ കൂടിയാണ്. അവൻ്റെ ചില പ്രവർത്തികളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും, ചില സമയത്ത് അവൻ്റെ ചില കാഴ്ചകളിൽ അത്ഭുതങ്ങൾ ഉണ്ടാകും. ഉമർ റളിയല്ലാഹുവിന് കണ്ടതുപോലെ, മദീനയുടെ മിമ്പറിൽ നിന്നുകൊണ്ട് കണ്ടതുപോലെ, അവരുടെ കേൾവിയിൽ ചില അത്ഭുതങ്ങൾ ഉണ്ടാകും. സാരിയ റളിയല്ലാഹുവിന് അവിടെ നിന്ന് കേട്ടതുപോലെ. ഉമർ റളിയല്ലാഹുവിന് പറഞ്ഞാൽ മാത്രം പോരല്ലോ, അവിടെ നിൽക്കുന്ന ആൾക്ക് കേൾക്കാനും കഴിയണം. രണ്ടുപേരും ഒരു നിലവാരത്തിലുള്ള ആളാണെങ്കിൽ അത് സാധിക്കുള്ളൂ. ഈ നിലയിൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്ന ചില പ്രത്യേകമായ സഹായത്തിൻ്റെ സന്ദർഭങ്ങൾ ഇവരുടെയൊക്കെ ഇത്തരം മനുഷ്യരുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഏതാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ല മനുഷ്യർക്ക് അവരുടെ ജീവിതത്തിൽ അത്ഭുതകരമായ സഹായങ്ങൾ നൽകും. അത് ഉറപ്പായ കാര്യമാണ്, സംശയമില്ലാത്ത കാര്യമാണ്. അല്ലാഹു അങ്ങനെയുള്ള സഹായങ്ങൾ പല ഔലിയാക്കൾക്കും ചെയ്തിട്ടുണ്ട് പല സന്ദർഭങ്ങളിലും. എന്നാൽ അതിൻ്റെ പേരിൽ ഓവറാകാനും പാടില്ല. കറാമത്തിനെ സംബന്ധിച്ച് 3 തരം കാഴ്ചപ്പാടുകളാണ്, 3 തരം സമീപന രീതിയാണ് ദൗർഭാഗ്യവശാൽ പൊതുവെ സമൂഹത്തിലുള്ളത്. ഒന്ന്, കറാമത്ത് എന്ന് പറഞ്ഞാൽ ഓരോരുത്തരും വിചാരിക്കുമ്പോഴെല്ലാം ഇങ്ങോട്ട് വരുന്നതാണ്. അദ്ദേഹത്തിന് ഇപ്പം കറാമത്തുണ്ടായി കളയും, ഇപ്പം അത് സംഭവിച്ചു കളയും എന്നൊക്കെ പറയും. ഇങ്ങനത്തെ കറാമത്ത് കഥകളൊക്കെ എഴുതി പുസ്തകങ്ങളാക്കിയിട്ട് ഇങ്ങനെ വിറ്റ് നല്ല പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. ഓരോരുത്തരും സങ്കല്പത്തിൽ നിന്ന് മെനഞ്ഞ് കറാമത്തുകൾ ഉണ്ടാക്കുകയാണ്, അതൊരു കച്ചവടമാക്കി എടുക്കുകയാണ്, അതിലൂടെ ദിവ്യപുരുഷന്മാരുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതെല്ലാം അപകടമാണ്. കറാമത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ചില നല്ല മനുഷ്യർക്ക് നൽകും. അള്ളാഹു തീരുമാനിക്കുന്ന സമയത്ത് നൽകും, തീരുമാനിക്കുന്ന അളവിൽ നൽകും. ഇന്ന് കിട്ടിയത് നാളെ കിട്ടിക്കൊള്ളണമെന്നില്ല. ഇന്നത്തെ ഒരു പ്രതിസന്ധിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യൻ്റെ മുമ്പിൽ വെച്ച പരിഹാരം നാളെ അതേ സാഹചര്യത്തിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല, ഉണ്ടായാൽ അതേ സ്വഭാവത്തിലാകണമെന്നില്ല, വേറെ രീതിയിലായിരിക്കാം. അള്ളാഹു തീരുമാനിക്കുമ്പോൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മനുഷ്യർക്ക് അല്ലാഹു തആല അസാധാരണമായ ചില വഴികളിലൂടെ പ്രശ്നപരിഹാരം നൽകും. അതിനെയാണ് നമ്മൾ കറാമത്ത് എന്ന് വിളിക്കുക. ചില ആൾക്കാർ അങ്ങനെ ഒന്നേ ഇല്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞ സംഭവങ്ങളോടുള്ള എതിർപ്പാണത്. വിശുദ്ധ ഖുർആൻ ഖണ്ഡിതമായി പറഞ്ഞ കാര്യമാണ് മറിയം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ സംഭവം, അസ്ഹാബുൽ കഹ്ഫിൻ്റെ സംഭവം. ഇതെല്ലാം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിൽ ഒരു മധ്യമായ നിലപാടാണ് ഈ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കാനുള്ളത് എന്ന് സാന്ദർഭികമായി നാം തിരിച്ചറിയുക. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യരുടെ കാര്യത്തിൽ പ്രത്യേകമായ ചില കാര്യങ്ങൾ ഏർപ്പാടുണ്ടാക്കി, അതനുസരിച്ച് അവരിൽ നിന്നും അത്ഭുതകരമായ ചില കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. വകദാലിക ബഅസ്നാഹും ലിയതസാഅലു ബൈനഹും ഖാല ഖായിലും മിൻഹും കം ലബിസ്തും ഖാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗമിൻ കദാലിക ബഅസ്നാഹും, അങ്ങനെ നാം അവരെ പുനർജീവിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഈ സംഘത്തിനെ, ഗുഹയുടെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിപ്പോയ ആ മനുഷ്യരെ, കദാലിക ബഅസ്നാഹും, നാം അവരെ വീണ്ടും ജീവിപ്പിച്ചു. ലിയതസാഅലു ബൈനഹും, അവർ പരസ്പരം ചോദിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് കഴിയുമ്പോൾ അവർ പരസ്പരം ചോദിക്കുകയാണ്. സ്വാഭാവികം വേണ്ടാവുന്നൊരു കാര്യമാണത്. ഇപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയി കിടന്ന് കുറച്ച് ദീർഘനേരം ഉറങ്ങിയാൽ ആദ്യം എഴുന്നേറ്റിട്ട് എല്ലാവരും വാച്ചായിരിക്കുന്നതൊക്കെ എത്ര സമയമായി, എത്ര നേരം ഉറങ്ങി എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാവരും ചോദിക്കാൻ നടന്ന സ്വാഭാവികമാണ്. വാച്ച് കയ്യിലില്ല എങ്കിൽ, സമയം അറിയാനുള്ള ഒരു മാർഗമില്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കും. ഈ നിലയിൽ കൂടി കദാലിക ബഅസ്നാഹും ലിയതസാഅലു ബൈനഹും, അവരാ ഉറക്കിൽ നിന്നും, ദീർഘമായ നിദ്രയിൽ നിന്നും ഉണർന്നു.
അവർ പരസ്പരം ചോദിക്കുകയാണ്, കം ലബിസ്തും, എത്ര നേരം നമ്മൾ ഉറങ്ങി? ഖാലു ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം. അവർ പരസ്പരം പറയുന്നുണ്ടായിരുന്നു, കുറച്ച് സമയം ഉറങ്ങിയിട്ടുണ്ടാവും. ലബിസ്നാ യൗമൻ ഔ ബഅദ യൗം, ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ കുറഞ്ഞ ഭാഗങ്ങളോ. ഖാലു, അപ്പോൾ ആ കൂട്ടത്തിൽ ഒരാൾ പറയുകയാണ്, റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും, നിങ്ങൾ എത്ര സമയം ഉറങ്ങിയെന്ന് അള്ളാഹ്ക്ക് മാത്രമേ കൃത്യമായി അറിയാവൂ. റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും ഫബഅസു അഹദക്കും ബിവരിഖിക്കും ഹാദിഹി ഇലൽ മദീനതി ഫൽയൻദുർ അസ്കാ തആമൻ ഫൽയഅതികും ബിരിസ്ഖിൻ മിൻഹു വലയതലത്തഫ് വലാ യുശ്ഇറന്ന ബികും അഹദ. ഖാലു, അവർ പറഞ്ഞു, റബ്ബുക്കും അഅലമു ബിമാ ലബിസ്തും, നിങ്ങൾ എത്ര സമയം ഈ ഗുഹയിൽ കിടന്നുറങ്ങിയെന്ന് അള്ളാഹുവിന് മാത്രമേ അറിയൂ. ഫബഅസു അഹദക്കും ബിവരിഖിക്കും ഹാദി, നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഒരു നാണയവും കൊടുത്ത് ടൗണിലേക്ക് അയക്കുക. ഫബഅസു അഹദക്കും, നിങ്ങളിൽ ഒരാളെ നിങ്ങൾ അയക്കുക. ബിവരിഖിക്കും ഹാദിഹി, നിങ്ങളുടെ കയ്യിലുള്ള നാണയവും കൊടുത്ത് അയക്കുക. ഇലൽ മദീന, ടൗണിലേക്ക് നിങ്ങൾ അയക്കുക. എന്നിട്ട് ഫൽയൻദുർ അയ്യുഹ അസ്കാ തആമൻ, നല്ല ശുദ്ധമായ ആഹാരം എവിടെ നിന്ന് കിട്ടുമെന്ന് നോക്കാൻ. അയ്യുഹ അസ്കാ തആമൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒന്നുകിൽ ഹലാലായ ആഹാരം എവിടെ നിന്ന് കിട്ടും, അല്ലെങ്കിൽ ചിലപ്പം ഹറാമായ അറവുകളൊക്കെ നടക്കുന്ന നാടുകളായിരിക്കും, അറിയില്ലല്ലോ. മറ്റ് മതക്കാർ താമസിക്കുന്ന, നമുക്ക് ആഹാരമെല്ലാം ഇറച്ചിയെല്ലാം കഴിക്കാൻ പറ്റാത്ത ഒരു സ്ഥലമായിരിക്കാം ഒരു പക്ഷേ. ആ നിലയ്ക്കാണ് ചോദിക്കുന്നത്, അയ്യുഹ അസ്കാ തആമൻ, ഹലാലായ ആഹാരം എവിടെ നിന്ന് കിട്ടും. ഫൽയഅതികും ബിരിസ്ഖിൻ മിൻഹു വലയതലത്തഫ്, അവൻ പോയി ആഹാരം എവിടെയാ കിട്ടുന്നതെന്ന് നോക്കി അത് വാങ്ങി വരട്ടെ. അപ്പോൾ ഇവർ കുറേ നേരമായി ഗുഹയുടെ ഉള്ളിൽ കിടന്നുറങ്ങാണ്. ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ ഉടനെ സ്വാഭാവികമായി ആഹാരം വേണ്ടിവരും. ആഹാരത്തിന് വാങ്ങാൻ പറ്റിയ ഒരാളെ കയ്യിലുള്ള നാണയവും കൊടുത്ത് അവർ ടൗണിലേക്ക് അയക്കുകയാണ്. വലയതലത്തഫ്, പ്രത്യേകം പറയുന്നൊരു കാര്യം, വലയതലത്തഫ് വലാ യുശ്ഇറന്ന ബികും അഹദ, വളരെ ശ്രദ്ധയോടുകൂടി സൂക്ഷിച്ചു വേണം പോകാൻ ആഹാരം വാങ്ങാൻ പോകുന്ന ആൾ. വലാ യുശ്ഇറന്ന ബികും അഹദ, നിങ്ങൾ ഇവിടെ ഇങ്ങനെ കിടന്നുറങ്ങുന്നുണ്ടെന്നും ഒരു ഗുഹയിൽ താമസമാണെന്നുള്ള കാര്യം വേറെ ആരും അറിയരുത്. ഇവിടെ വളരെ പ്രത്യേകമായി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിൻ്റെ തൃപ്തിയുടെ വഴിയിൽ പുറപ്പെട്ട ഒരു സംഘമാണ്. എന്നിട്ടും മനുഷ്യൻ എന്ന നിലയിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കണം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അള്ളാഹു എല്ലാം നോക്കിക്കൊള്ളും എന്ന വിചാരം മനുഷ്യന് എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇപ്പം നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിലാണുള്ളത്, അള്ളാഹു നമ്മളെ സംരക്ഷിച്ചോളും, വേറെ നിർവാഹമില്ലാത്തതുകൊണ്ട് പുറത്തിറങ്ങി കുറച്ച് ആഹാരം വാങ്ങാൻ വേണ്ടി ഇറങ്ങുന്നതല്ലേ, അള്ളാഹു സംരക്ഷിച്ചോളും എന്ന് വിചാരിക്കുക എന്നുള്ളതല്ല. ഒരു മനുഷ്യൻ എന്ന നിലയ്ക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടാണ് അള്ളാഹുവിൽ പരമേൽപ്പിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം മുഴുവൻ കാണിച്ചു തരുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ സൂക്ഷിക്കണം. അള്ളാഹു എല്ലാം നോക്കിക്കോളും, അള്ളാഹിൻ്റെ സഹായം ഉണ്ടാകും എന്ന് വിചാരിക്കാൻ പാടില്ല. കുതിരയെ കെട്ട് എന്നിട്ട് തവക്കുൽ ചെയ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ സംഭവം ഇതെല്ലാം പറഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിജ്റയുടെ ആദ്യ സംഭവം മുതൽ മദീനയിൽ എത്തുന്നത് വരെയുള്ള എല്ലാ സംഭവങ്ങളും പറഞ്ഞു തരുന്നത് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ, അബദ്ധങ്ങളിൽ ചെന്ന് ചാടിക്കൊടുക്കരുത്, വളരെ നിങ്ങൾ ശ്രദ്ധിക്കണം. വലയതലത്തഫ്, നിങ്ങൾ വളരെ കരുതലോടുകൂടി ശ്രദ്ധയോടെ സൂക്ഷ്മതയോടുകൂടി വേണം നിങ്ങൾ ടൗണിലേക്ക് ഇറങ്ങാൻ, ആൾക്കാരുടെ ഇടയിലേക്ക് നിങ്ങൾ പോകാൻ. വലാ യുശ്ഇറന്ന ബികും അഹദ, നിങ്ങളിങ്ങനെ ഒരിടത്ത് ഒളിഞ്ഞു നിൽക്കുന്ന കാര്യം ആരും അറിയാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് അവർ പരസ്പരം പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ടാണ് ഒരാളെ ആഹാരം വാങ്ങാൻ വേണ്ടി പറഞ്ഞയക്കുന്നത്. ഇന്നഹും യദ്ഹറു അലൈക്കും യർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലതിഹിം വലൻ തുഫ്ലിഹു ഇദൻ അബദ. ഇന്നഹും യദ്ഹറു അലൈക്കും, ഈ നാട്ടിലെ ജനങ്ങൾ നിങ്ങളെ കണ്ടുകൂടിയാൽ, നിങ്ങളിങ്ങനെ രഹസ്യമായി ഒളിഞ്ഞിരിക്കുന്ന കാര്യം അവരറിഞ്ഞാൽ, യർജുമൂക്കും, അവർ നിങ്ങളെ കല്ലെറിഞ്ഞ് കൊന്നുകളയും. അതുകൊണ്ട് നിങ്ങൾ വളരെ സൂക്ഷിക്കണം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ. യർജുമൂക്കും ഔ യുഈദൂക്കും ഫീ മില്ലതിഹിം, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ വിശ്വാസത്തിലേക്ക് അവർ നിങ്ങളെ നിർബന്ധപൂർവ്വം തിരിച്ചു കൊണ്ടുപോകും. രണ്ടാലേതെങ്കിലും ഒന്നാണ് നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി നാട് വിട്ടവരാണ്, അങ്ങനെ ഗുഹയിൽ കിടന്നുറങ്ങിയവരാണ്. ഇനിയുള്ള ഓരോ നീക്കങ്ങളും ശ്രദ്ധാപൂർവമായിരിക്കണം.
നാട്ടിലിറങ്ങുമ്പോൾ നാട്ടുകാർ നിങ്ങളെ കണ്ടുപിടിക്കാതിരിക്കാനുള്ള ശ്രദ്ധ വേണം. അങ്ങനെ നാട്ടുകാർ കണ്ടുപിടിച്ചാൽ എന്താ സംഭവിക്കുക? ഈ യദ്ഹറു അലൈക്കും യർജുമൂക്കും, അവർ നിങ്ങളെ കല്ലെറിഞ്ഞ് ഓടിക്കും. ഔ യുഈദൂക്കും ഫീ മില്ലത്തിഹിം, അല്ലെങ്കിൽ നിങ്ങളുടെ പഴയ ബഹുദൈവ വിശ്വാസത്തിലേക്ക് നിങ്ങളെ അവർ കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ട് കരുതലോടുകൂടി വേണം. വകദാലിക അഅസർനാ അലൈഹിം, അല്ലാഹു തആല അടുത്തതായിട്ട് പറയുന്നത് വകദാലിക അഅസർനാ അലൈഹിം ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ വഅന്ന സ്സാഅത ലാ റൈബ ഫീഹാ. ചില കാര്യങ്ങൾ മനുഷ്യൻ എത്രത്തോളം ശ്രദ്ധിച്ചാലും അള്ളാഹു മറ്റൊന്നായിരിക്കും നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇവർ വളരെ ശ്രദ്ധിച്ച് ചെയ്യാൻ തീരുമാനിച്ചതാണ്. ആരും അറിയാതെ രഹസ്യമായി പോയി ആഹാരം വാങ്ങി വന്ന് കഴിച്ച് ആ ഗുഹയുടെ ഉള്ളിൽ തന്നെ കഴിഞ്ഞുകൂടണം. ഇതാണ് ഇവരുടെ ഉദ്ദേശം. പക്ഷെ അള്ളാഹു തആല മറ്റൊന്നാണ് തീരുമാനിച്ചത്. ഇവരിങ്ങനെ ഗുഹയിൽ ഉള്ള കാര്യം പുറം ലോകം അറിയാനാണ് അള്ളാഹുവിൻ്റെ തീരുമാനം. കാരണം അവർ ഉള്ളിൽ സുരക്ഷയോടുകൂടി കഴിയേണ്ടുന്ന ഒരു കാലം കടന്നു പോയിരിക്കുന്നു. വർഷങ്ങൾ അവരങ്ങനെ കഴിഞ്ഞുപോയി. പക്ഷെ ഇവരതറിഞ്ഞിട്ടില്ല. പുറത്തു വന്ന മാറ്റങ്ങളെക്കുറിച്ച് ഇവരറിഞ്ഞിട്ടില്ല. ഇനി അടുത്തത് വേണ്ടത് ഇവരുടെ രഹസ്യങ്ങൾ പുറം ലോകം അറിയുക എന്നുള്ളതാണ്. അതിലൂടെ അള്ളാഹു നാട്ടിൽ നടത്താൻ തീരുമാനിച്ച ചില കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇവരുടെ വിവരങ്ങൾ പുറം ലോകം അറിയണമെന്ന് അള്ളാഹു തീരുമാനിച്ചു. ഇവരറിയണ്ട എന്നും തീരുമാനിച്ചു. ഇവരറിയണ്ടെന്ന് തീരുമാനിച്ചത് നടന്നില്ല, അള്ളാഹു തീരുമാനിച്ചത് നടക്കുന്നു. അതാണ് അടുത്ത അള്ളാഹു തആല പറയുന്നത് വകദാലിക അഅസർനാ അലൈഹിം. അതെങ്ങനെയാണ് സംഭവിച്ചത് എന്ന് വിശദമായിട്ടിവിടെ പറയുന്നില്ല. ഈ ഒരു മനുഷ്യൻ ആഹാരം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോകുന്നു, അത്ര മാത്രമേ പറയുന്നുള്ളൂ. സൂക്ഷിച്ചു പോകണം, ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ശേഷം എങ്ങനെയാണ് ഇവരെ തിരിച്ചറിഞ്ഞത് എന്നതിനെ സംബന്ധിച്ച് ചില വിശദീകരണങ്ങൾ കാണാം. ഒന്നാമതായി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള നാണയം 100-300 കൊല്ലം മുമ്പുള്ള നാണയമാണ്. അന്ന് മാർക്കറ്റിൽ നിലവിലുള്ള സാധനമല്ല. ഇപ്പോൾ ഇദ്ദേഹം കൊണ്ടുപോയി നാണയം കൊടുക്കുമ്പോൾ ഇത് ഏതോ പഴയ കാലത്താണ്, ഏതോ നിധി കിട്ടിയതാണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ പിറകെ ആൾ കൂടുന്നു. അല്ല എങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മറ്റ് രൂപഭാവങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ മുടി വല്ലാതെ വളർന്നിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഈ നാളുകൊണ്ട് ശരീരത്തിൽ സ്വാഭാവികമായി ഉണ്ടാകാവുന്ന വളർച്ചകളുണ്ട്. നഖം വളരും. ഇങ്ങനെ ഒരു പ്രത്യേകമായ കോലത്തിലായിരിക്കും ഈ മനുഷ്യൻ ഒറ്റ കാഴ്ചയിൽ തന്നെ. ഈ മനുഷ്യൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ ഇതെന്തോ ഒരു പ്രത്യേക കോലമാണ് എന്ന് ആൾക്കാർ ആ നിലയിൽ നോക്കാൻ തുടങ്ങി. ഏതോ രണ്ടാലൊരു രീതിയിൽ കൂടി ഇവർ രഹസ്യമായി കഴിയുന്ന കാര്യം നാട്ടുകാരറിഞ്ഞു. അതിനെക്കുറിച്ചാണ് അല്ലാഹു തആല പറയുന്നത് കദാലിക അഅസർനാ അലൈഹിം. ഇവരുടെ രഹസ്യ താമസം നാട്ടുകാരെ നാം അറിയിച്ചു. നാട്ടുകാരുടെ ശ്രദ്ധയിൽ അത് പെട്ടു. ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അപ്പോൾ അല്ലാഹു തആല ഇവിടെ തീരുമാനിക്കുന്ന ഒരു തീരുമാനം ഇനി ഇവരിലൂടെ ചില പാഠങ്ങൾ ലോകത്തിന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. ഇവരുദ്ദേശിക്കുന്നത് ആരും അറിയാതെ ഉള്ളിൽ താമസിക്കാനാണ്. അള്ളാഹുവിൻ്റെ തീരുമാനം അതാണ് ലോകത്ത് നടക്കുക. ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണെന്ന് അവരറിയണം, നമ്മളും അറിയണം, എല്ലാവരും അറിയണം. അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് ഒരു വിഭാഗം ദീനിനെ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ അള്ളാഹു അവരെ സഹായിക്കുമെന്ന കാര്യം അവരറിയണം. അവരിലൂടെ ലോകം അറിയണം. എത്ര വലിയ അത്ഭുതത്തോടു കൂടിയാണ് അള്ളാഹു തആല നടപ്പിലാക്കിയത് നമ്മൾ ആലോചിച്ച് നോക്കുക. 100-300 കൊല്ലം ആ സംഘം ഉറങ്ങിപ്പോയി. ആ സംഘത്തിലൂടെ അള്ളാഹു ലോകത്തിനെ പഠിപ്പിച്ച ഒരു പാഠം ഇതാണ്. ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ. അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ്, അത് പുലരും, അത് അള്ളാഹു തആല നടപ്പിലാക്കുക തന്നെ ചെയ്യും. ഒന്നാമതായി അത് വളരെ വ്യക്തമായി നാം കണ്ടു. രണ്ടാമതായി വഅന്ന സ്സാഅത ലാ റൈബ ഫീഹാ. ലോകത്തിനൊരു അവസാനമുണ്ട്, അതിനുശേഷം ഒരു പുനർജന്മവുമുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു, പുനർജന്മത്തെ വിശ്വസിക്കാതിരുന്ന അല്ലെങ്കിൽ നിഷേധത്തോടുകൂടി കണ്ടിരുന്ന ഒരു സമൂഹത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് നടക്കുന്നതെന്ന്. ഇപ്പം നാട്ടിലെ ജനങ്ങൾക്ക് മുഴുവൻ പുനർജന്മത്തെ സംബന്ധിച്ച്, അഥവാ ദീർഘമായ കാലം കിടന്നുറങ്ങിയതിന് ശേഷം നൂറ്റാണ്ടുകൾക്ക് ശേഷം ഒരു സമൂഹം ഉണർന്നെഴുന്നേറ്റ് വരുമ്പോൾ അള്ളാഹുവിൻ്റെ കഴിവിൽ പെട്ടതാണ് ഇതെല്ലാം എന്ന ഒരു അറിവ് നാട്ടുകാർക്ക് ലഭിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവരുടെ രഹസ്യം ഞാൻ പുറത്തു കൊണ്ടുവന്നു എന്നാണ് അള്ളാഹു തആല പറയുന്നത്. കദാലിക അഅസർനാ അലൈഹിം
അവരെ സംബന്ധിച്ചുള്ള വിവരം നാം പുറത്തു കൊണ്ടുവന്നു. ലിയഅലമു അന്ന വഅദല്ലാഹി ഹഖ്ഖുൻ, ദീനിൻ്റെ പേരിൽ അല്ലാഹു തആല ചെയ്യുന്ന വാഗ്ദാനം സത്യമാണെന്ന് അവരറിയാൻ. വ അന്ന സാഅത ആതിയത്തുൻ ലാ റൈബ ഫീഹാ, അന്ന സാഅത ലാ റൈബ ഫീഹാ, ലോകത്തിൻ്റെ അവസാനം സംശയമില്ലാത്ത കാര്യമാണെന്നും. ഇദ് യതനാസഊന ബൈനഹും അംറഹും ഫഖാലു ഇബ്നു അലൈഹിം ബുന്യാനൻ റബ്ബുഹും അഅലമു ബിഹിം. അടുത്തതായി ഇവരുടെ ചർച്ച, ഇങ്ങനെ ഒരു വലിയ സംഘത്തെ അവർ കണ്ടെത്തി, നാട്ടുകാർ മുഴുവൻ അവിടെ എത്തി, ഒരു അത്ഭുത സംഭവം കാണാനെന്ന രീതിയിൽ ഗുഹാ പരിസരത്ത് വലിയ ആൾക്കാർ ഒരുമിച്ച് കൂടി. ഈ അത്ഭുതങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അവരാലോചിച്ച ഒരു കാര്യമാണ് അടുത്തതായിട്ട് പറയുന്നത്. അവിടെ നമുക്കൊരു കെട്ടിടം പണിയണം, ഒരു സ്മരണയ്ക്ക് വേണ്ടി ഒരു കെട്ടിടം പണിയണം. ചില അഭിപ്രായങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ട്, ആ ഗുഹാമുഖം അടച്ചു കളയണമെന്ന അഭിപ്രായം പറഞ്ഞപ്പോൾ മറ്റു ചിലർ പറഞ്ഞ അഭിപ്രായമാണ് അവിടെ ഒരു പള്ളി പണിതാൽ മതി, ഗുഹാമുഖം അടച്ചു കളയണ്ടായെന്ന്. ഏതാണെങ്കിലും എന്തിനാണ് അവിടെ ഒരു പള്ളി അല്ലെങ്കിൽ കെട്ടിടം പണിയാൻ തീരുമാനിച്ചത്, അതിനെ സംബന്ധിച്ച് ചർച്ച നടന്നത് എന്നതിനെ സംബന്ധിച്ചൊന്നും ഞാൻ ചരിത്രത്തിൻ്റെ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, കൃത്യമായി നമുക്ക് പറയാൻ കഴിയില്ല. ഖുർആൻ അതിനെ സംബന്ധിച്ച് വ്യക്തമായി ഒന്നും പറയുന്നില്ല. വ്യക്തമായി പറയാത്തൊരു കാര്യത്തിൽ നമുക്ക് തീരുമാനം പറയാൻ കഴിയുകയില്ല. പിന്നെ സാധ്യതകൾ വെച്ച് ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്ന ചില വിശദീകരണങ്ങൾ മാത്രമാണ് നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഒരു വലിയ സംഭവം നടന്നതിൻ്റെ ഒരു സ്മരണ, ഒരു അറിയിപ്പ് എന്ന നിലയിൽ എന്തെങ്കിലും ഒരു അടയാളം അവിടെ ഉണ്ടാകണം എന്ന് വിചാരിച്ചു. അതായിരിക്കാം ഇങ്ങനെ ഒരു കെട്ടിടം പണിയുന്നതിനെക്കുറിച്ചും അല്ലെങ്കിൽ ഒരു പള്ളി പണിയുന്നതിനെക്കുറിച്ചും ആലോചന നടന്നതിൻ്റെ കാരണം അല്ലാഹു അഅലം, തീർത്ത് നമുക്ക് പറയാൻ നിർവാഹമില്ല. ഏതായാലും അവരവിടെ തീരുമാനിച്ചത്, ആലോചിച്ച വിഷയം ഇതാണ്. ഖാലല്ലദീന ഗലബു അലാ അംരിഹിം ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ. അവിടെ അഭിപ്രായത്തിൽ മുൻതൂക്കമുള്ളവർ, വാക്കുകൾ കേൾക്കപ്പെടുന്നവർ, വാക്കുകൾ സ്വീകരിക്കപ്പെടുകയും പരിഗണിക്കുകയും ചെയ്യപ്പെടുന്നവർ അവരാരാണ്, എങ്ങനെയുള്ളവരാണ്, അതും പല രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. ഒന്നുകിൽ അവിടുത്തെ രാജാവിൻ്റെ തീരുമാനപ്രകാരമാണ് അത് നടന്നതെന്ന്, അല്ലെങ്കിൽ ഈ പറഞ്ഞ 7 പേരുടെ അല്ലെങ്കിൽ ഈ ഗുഹയുടെ ഉള്ളിലുണ്ടായിരുന്ന ആൾക്കാരുടെ ബന്ധുക്കളുടെ തീരുമാനപ്രകാരമാണ് അത് നടന്നതെന്നാണ്, അല്ലെങ്കിൽ അവിടെയുള്ള മുസ്ലിമീങ്ങളുടെ തീരുമാനപ്രകാരമാണ് അത് നടന്നത്. ഏതാണെങ്കിലും അവിടെ വാക്കുകൾ ആരുടേതാണോ സ്വീകരിക്കപ്പെടുന്നത്, ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ അങ്ങനെയാണല്ലോ, സ്വാഭാവികമായും ചിലരുടെ വാക്കുകൾക്ക് ഏതെങ്കിലും ഒരർത്ഥത്തിൽ മുൻഗണന നൽകപ്പെടും. ചിലപ്പോൾ ആ പറയപ്പെടുന്നതിന് കാരണം ന്യായമായതിൻ്റെ പേരിലായിരിക്കാം, ചിലപ്പോൾ മറ്റെന്തെങ്കിലും രീതിയിൽ സ്വാധീനിക്കാൻ കഴിയുന്ന വ്യക്തികളായതുകൊണ്ടായിരിക്കാം. ഏതായാലും അവിടെ സ്വാധീനമുണ്ടായിരുന്ന അല്ലെങ്കിൽ വാക്കുകൾ സ്വീകരിക്കപ്പെടുന്ന സംഘം പറഞ്ഞതിങ്ങനെയാണ്, ലനത്തഖിദന്ന അലൈഹിം മസ്ജിദ, നമുക്കവിടെ ഒരു മസ്ജിദ് പണിയാം, ഒരു പള്ളി പണിയാം, ഒരു ഓർമ്മ എന്ന നിലയിൽ അതവിടെ ഉണ്ടാകട്ടെ. ഈ പറഞ്ഞ സ്ഥലങ്ങളിലൊക്കെ മസ്ജിദുകൾ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, 1-2 സ്ഥലങ്ങളെ അതിലേക്ക് സൂചിപ്പിച്ച് പറഞ്ഞു. അവിടങ്ങളിലൊക്കെ മസ്ജിദുകൾ ഉള്ളതായിട്ട് അവിടെ പോയി സന്ദർശിച്ച ആൾക്കാർ പറഞ്ഞു കേട്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പ്രത്യേക വിഭാഗത്തിന് കൊടുത്ത സവിശേഷമായ പരിഗണനയിൽ അല്ലാഹു അവരെ താമസിപ്പിക്കുകയും ദീനിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി അവരിറങ്ങിത്തിരിച്ചപ്പോൾ അവരുടെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുക്കുകയും അവരുടെ പ്രയാസങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിച്ച് അവർക്ക് ശാന്തമായി സ്വസ്ഥമായി ഉറങ്ങാൻ ഉള്ള അവസരം അല്ലെങ്കിൽ ഉറക്കം നൽകുകയും ചെയ്ത ഒരു വലിയ സംഭവമാണ് അസ്ഹാബുൽ കഹ്ഫുമായി ബന്ധപ്പെട്ടുള്ളത്. ഇനിയും അതുമായി ബന്ധപ്പെട്ട് വേറെയും ചില കാര്യങ്ങളുണ്ട്. സയഖൂലൂന സലാസത്തുൻ റാബിഉഹും കൽബ്. ഇനി അതിനെ സംബന്ധിച്ച് അവർ എത്ര പേരുണ്ടായിരുന്നു, അത് ഞാൻ പറഞ്ഞല്ലോ, ഖുർആൻ്റെ ചർച്ചയുടെ രീതി അതാണ്. ഒന്നും തീർത്ത് പറയാറില്ല, ആവശ്യമുള്ളത് മാത്രം പറയും. അവരെത്ര പേരുണ്ടായിരുന്നു എന്ന് അറിഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 3 പേരായെങ്കിൽ എന്താ, 4 പേരായാലും എന്താ, 5 പേരായാലും എന്താ. സയഖൂലൂന, ജനങ്ങളിനി ഈ വിഷയത്തിൽ തർക്കിക്കും. അവർ പറയും സലാസത്തുൻ, അവർ 3 പേരുണ്ടായിരുന്നു, റാബിഉഹും കൽബുഹും, 4ാമത്തെ ആളായിരുന്നു നായ. വയഖൂലൂന, വേറെ ചിലർ പറയും ഹംസത്തുൻ, അവർ 5 പേരുണ്ടായിരുന്നു, സാദിസുഹും കൽബുഹും, 6ാമത്തെ ആളായിരുന്നു നായ. റജ്മൻ ബിൽ ഗൈബ്, ഒന്നും അറിയാതെ വെറും വിടലാണത്. അതൊന്നും കൃത്യമായി എണ്ണം അറിഞ്ഞിട്ട് പറയുന്നതല്ല, ഓരോരോ തോന്നലുകൾ, തോന്നലിൻ്റെ അടിസ്ഥാനത്തിൽ അവർ 3 എന്നും 4 എന്നും 6 എന്നും ഒക്കെ പറയുന്നു. എന്നാൽ വയഖൂലൂന,
ചിലർ പറയും സബഅത്തുൻ വസാമിനുഹും കൽബുഹും, അവർ 7 പേരായിരുന്നു, 8ാമനായിരുന്നു നായ. ഖുൽ റബ്ബി യഅലമു ബിഇദ്ദതിഹിം. എന്നിട്ട് അല്ലാഹു തആല പറയുന്നു, ഒന്നും തീർത്തു പറഞ്ഞില്ല അവിടെ. ഇവിടെ ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നുണ്ട്, ശരിക്കും ആദ്യത്തെ 2 അഭിപ്രായത്തെക്കുറിച്ച് പറഞ്ഞിട്ട് റജ്മൻ ബിൽ ഗൈബ്, വെറും വർത്തമാനമാണത്, അർത്ഥമില്ലാത്ത വർത്തമാനമാണ്, കഥ അറിഞ്ഞിട്ടുള്ള വർത്തമാനം അല്ല എന്ന് ആദ്യത്തെ 2 അഭിപ്രായത്തെക്കുറിച്ച് പറയുകയും, മൂന്നാമത് വിഭാഗത്തിൻ്റെ അഭിപ്രായം ഉദ്ധരിച്ചിടത്ത് ആ ഒരു പ്രയോഗം നടത്താതിരിക്കുകയും ചെയ്തിടത്ത് അവർ 7 പേരായിരുന്നു എന്ന് ആണ് ഖുർആൻ കൃത്യമായി പറയുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് ചിലർ പറഞ്ഞതായി കാണാം. അല്ലാഹു അലം. സയഖൂലുന സബഅത്തുൻ വസാമിനുഹും കൽബുഹും. ഖുൽ, നബി അവരോട് പറഞ്ഞേക്കണം, റബ്ബി അഅലമു ബിഇദ്ദതിഹിം, അവരുടെ എണ്ണം അല്ലാഹ്ക്ക് മാത്രമേ അറിയൂ. മാ യഅലമുഹും ഇല്ലാ ഖലീലുൻ, കുറച്ചു പേർക്ക് അവരുടെ എണ്ണം അറിയാം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ആ കുറച്ചു പേരിൽപ്പെട്ട ആളാണ് എന്ന് പറഞ്ഞാൽ കുറച്ചു പേർ അറിയാവുന്ന കുറച്ചു പേരെന്ന് പറഞ്ഞല്ലോ, അതിൽപ്പെട്ട ആളാണ് ഞാൻ. അവർ 7 പേരായിരുന്നു, 8ാമനായിരുന്നു ആ നായ എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അങ്ങനെ ചില വ്യാഖ്യാനങ്ങളിലൂടെ അവർ 7 പേരായിരുന്നു എന്ന വിശദീകരണം കാണാൻ കഴിയുന്നുണ്ട്. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു തആല പറയുന്ന കാര്യം ഇതാണ്, ഇവരുടെ എണ്ണത്തിൻ്റെ കാര്യത്തിലോ ഇവരുമായി ബന്ധപ്പെട്ട കാര്യത്തിലോ ഒന്നും ആഴത്തിലുള്ള കാര്യമായ തർക്കത്തിന് പോവുകയേ വേണ്ട. വലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ, ഒരു പുറം ചർച്ച മാത്രം മതി എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വിട്ടാൽ മതി. അത് ഇത്ര പേരായിരുന്നു, ആ കാര്യങ്ങളെ സംബന്ധിച്ച് കൂടുതലായ തർക്കത്തിനോ ചർച്ചയ്ക്കോ പോകണ്ട നബിയെ. ഫലാ തുമാരി ഫീഹിം ഇല്ലാ മിറാഅൻ ളാഹിറ, ഒരു സാധാരണമായ ചർച്ച മാത്രം മതി ആ വിഷയത്തിൽ. വലാ തസ്തഫ്തി ഫീഹിം മിൻഹും അഹദ, മറ്റ് വേദക്കാരോട് അവരെത്ര പേരുണ്ടായിരുന്നു എന്നോ അവരുടെ കൂടുതൽ വിശദീകരണം എന്താണെന്നോ ചോദിക്കുകയും വേണ്ട. അവരുടെ കയ്യിലൊന്നും കൃത്യമായ അറിവില്ല. അള്ളാഹുവിനെ അവരെ സംബന്ധിച്ചുള്ള കൃത്യമായ അറിവുള്ളൂ. അള്ളാഹു ഖണ്ഡിതമായത് പറഞ്ഞിട്ടുമില്ല. ആ വിഷയം അവിടെ വിട്ടേക്ക് എന്ന് മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒപ്പം നമ്മളോടും അള്ളാഹു തആല പറയുകയാണ്. ഇതിനകത്തുള്ള ഗുണപാഠങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യത്തിലെ ഗുണപാഠങ്ങൾ ഉൾക്കൊള്ളാൻ തൗഫീഖ് ചെയ്യട്ടെ. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ